PIT NDPS ആക്ട് അത് പോലീസ് കാര്യക്ഷമമായി ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ നടപ്പിലാക്കിയിരുന്നില്ല. പക്ഷേ നമ്മൾ SKN 40 യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ഒരു ലഹരി വിരുദ്ധ സന്ദേശ യാത്ര നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുടെ ലിസ്റ്റ്, ഒരു മാസ് ക്വാണ്ടിറ്റി ആളുകളുടെ ലിസ്റ്റ് പോലീസിനും എക്സൈസിനും ഒക്കെ സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ 9 പേരെ ഇങ്ങനെ പിടികൂടിയിട്ടുണ്ട്, കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. പ്രിവെൻഷൻ ഓഫ് ഇലിസ്റ്റിക് ട്രാഫിക് NDPS എന്നാണ് ഈ ആക്ടിന്റെ പേര്. 1988 നിയമമാണ്. അതുപ്രകാരം 1 വർഷമാണ് കരുതൽ തടങ്കലിൽ ഇങ്ങനെയുള്ള പ്രതികളെ പാർപ്പിക്കുക എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇപ്പോഴെന്തായാലും കാസർഗോഡ് ജില്ലയിൽ ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിർത്തി മേഖലയാണ്, കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. പ്രത്യേകിച്ച് ഈ മംഗളൂരുവിൽ നിന്നും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നുമൊക്കെയാണ് സിന്തറ്റിക് ലഹരികൾ കാസർഗോഡ് ജില്ലയിലേക്കും കാസർഗോഡ് കടന്ന് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം ജില്ലകളിലേക്കുമൊക്കെ ഒഴുകിയെത്തുന്നത്. അത് തടയാനുള്ള ഒരു നടപടിയാണ് പോലീസ് പ്രധാനമായും കൈക്കൊള്ളുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 2 പ്രതികളെയാണ് ഇന്നലെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബദിയടുക്ക മൂകമ്പാറ സ്വദേശിയായ അലക്സ് ചാക്കോ, പടന്നക്കാട് സ്വദേശി P വിഷ്ണു എന്നിവരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. ഇവരെയൊക്കെ പാർപ്പിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. ഈ വർഷം 9 പ്രതികളെ ഇതുവരെ പോലീസ് കാസർഗോഡ് ജില്ലയിൽ മാത്രം പോലീസ് ഇങ്ങനെ പിടികൂടി കരുതൽ തടങ്കലിലാക്കി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശക്തമായ നടപടിയാണ് പോലീസ് കൈക്കൊള്ളുന്നത്. ഇത് ഒരിക്കൽ പോലീസ് ഇങ്ങനെ ഈ പ്രതികൾ ലഹരി കടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് അവർ ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് അവരെ കരുതൽ തടങ്കലിലാക്കുക എന്നൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ലിസ്റ്റ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. സർക്കാർ ഇങ്ങനെയുള്ള പ്രതികളെ കണ്ടെത്തി അവർ ആരൊക്കെയാണ് ഈ കരുതൽ തടങ്കലിലാക്കേണ്ടത് എന്നൊരു നിർദ്ദേശം പോലീസിന് കൊടുക്കും. അങ്ങനെ പോലീസ് കൃത്യമായ നടപടിയിലേക്ക് കടക്കുന്നു. ശക്തമായ നടപടിയാണ് പോലീസ് കൈക്കൊള്ളുന്നത്.